നിങ്ങൾ വരയ്ക്കേണ്ടത് ഒരു സൂര്യൻ, ഒരു ചന്ദ്രൻ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വിഷമം വരും, തിരിച്ച് കടിച്ചു കൊത്തുന്ന ദേഷ്യം വരും. പൈസ ഒരു വഴിയൊന്നുമല്ല. ആൺ വലിയൊരു സംഭവമാണ്. ഐ ഒബ്ജെക്ട് യുവർ ഓണർ, ദി ആൻസർ ഇസ് കറക്റ്റ്. ടൈം കഴിഞ്ഞിട്ടാണ് സലിൽ ചൗധരി പറഞ്ഞത്. ഈ ആൻസർ കറക്റ്റ് പറഞ്ഞു, പക്ഷെ ലേറ്റ് ആയി. സൂപ്പർ അമ്മയും മകളും. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് സൂപ്പർ അമ്മയും മകളും. ആൻഡ് നമ്മുടെ എപ്പിസോഡ് ആരംഭിക്കുന്നതിന് മുൻപ് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശ്വേതാജി, ജഡ്ജായാൽ ഇങ്ങനെ വേണമെന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്വേതാജി, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ശ്വേതാജിയോടുള്ള ചോദ്യങ്ങൾ ഇനി ഇല്ലല്ലോ, പിന്നെ എന്തിനു വേണ്ടി പഠിക്കുന്നതല്ല. അപ്പോഴും അവിടെ ഇരുന്നിട്ട് ഒരു ടെൻഷൻ ഉണ്ടല്ലോ. അതെ, കാരണം നിങ്ങൾ ടെൻഷൻ അടിക്കുന്നേക്കാളും ഒരു 100 ഇരട്ടി ടെൻഷൻ നോക്കണ്ട. എന്നെയും ശ്വാസിക്കേനും കണ്ടാ മതി. ഭയങ്കര ടെൻഷൻ. ശ്വേതാജിക്കുള്ള ടെൻഷൻ എന്താ വെച്ചാൽ നിങ്ങൾ അവിടെ ഇരുന്ന് സ്ട്രെസ് ആവുന്നതും, നിങ്ങൾ അയ്യോ പറയോ ഇല്ലയോ അതൊരു ടെൻഷൻ. പിന്നെ സ്വന്തമായിട്ട് ആ ഉത്തരം കിട്ടുമോ എന്നുള്ള ടെൻഷൻ. എനിക്ക് പിന്നെ എന്റെ അടുത്തേക്ക് തിരിയല്ലേ അദ്ദേഹം, ക്രിസ് സാർ തിരിയല്ലേ എന്നുള്ള ടെൻഷനാണ് എനിക്ക്. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ നിറഞ്ഞ ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ റൗണ്ട്സ് ആണെങ്കിൽ പോലും വെരി ഇൻട്രസ്റ്റിംഗ്. ടോട്ടൽ നമ്മളുടെ ഈ എപ്പിസോഡ്സ് എല്ലാവർക്കും ഇഷ്ടമാകും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്ക് നല്ല പോലെ ഉണ്ട്. നമുക്ക് ക്രിസ്റ്റിനെ വിളിക്കാം. ക്രിസ്റ്റിനെ വിളിക്കുന്നതിന് മുൻപ് ഞാൻ എന്റെ ഒരു ജോലി ഒന്ന് ചെയ്ത് തീർത്തോട്ടെ. മെയിൻ ജോലി നമ്മുടെ വീണ്ടും കണ്ടസ്റ്റൻസിനെ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ്? സൂപ്പർ അമ്മയും മകളുടെയും ടൈറ്റിൽ വിൻ ചെയ്യുന്ന ആൾക്ക് ലഭിക്കാൻ പോകുന്നത് പറക്കാട് ജ്വല്ലേഴ്സ് നൽകുന്ന 3 ലക്ഷം രൂപയാണ്. രണ്ടാം സമ്മാനം ICL ഫിൻകോർപ്പ് നൽകുന്ന 2 ലക്ഷം രൂപ. ആൻഡ് മൂന്നാം സമ്മാനം കൃഷ്ണ തുളസി കപ്പ് സിറപ്പ് നൽകുന്ന 1 ലക്ഷം രൂപ. പിന്നെ ശ്വേതാജി എന്ത് കൊടുക്കും? പിന്നെ മറക്കരുത് എന്റെ പോക്കറ്റ് മണി. ഇത്രയും സമ്മാനങ്ങളാണ് നമ്മുടെ ഈ അമ്മമാരെയും മക്കളെയും കാത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള ഇന്നത്തെ ആ കണ്ടസ്റ്റന്റിനെ വിളിക്കാനുള്ള സമയമാണ്. അതിനു മുമ്പ് നമുക്ക് വളരെയധികം സ്നേഹത്തോടെ ബഹുമാനത്തോടെ നമ്മുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ക്രിസ് വേണുഗോപാൽ. നമസ്കാരം സർ. അപ്പം നമ്മുടെ എപ്പിസോഡ്സും നമ്മുടെ കണ്ടസ്റ്റൻസും എല്ലാം ഗംഭീരമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. സർ ഇന്ന് അവർക്ക് വേണ്ടി ഒരു സർപ്രൈസ് ആയിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു. എന്താണ് ആ സർപ്രൈസ്? പരീക്ഷ എഴുതിക്കാൻ പോകണോ? പരീക്ഷ എഴുതിക്കുന്നല്ല, നമ്മുടെ ബ്രെയിൻ മാപ്പിംഗിന്റെ ഭാഗമായിട്ട് ഒരു ചെറിയൊരു ബ്രെയിൻ മാപ്പിംഗ്. സിമ്പിൾ. സോ നമുക്ക് നോക്കാം. യെസ്. സോ എന്തായാലും റെഡി? യെസ്. അപ്പൊ ശ്വേതാജി നമുക്ക് പോവാം. നമുക്ക് ഓടാം. ഓക്കെ സർ. എല്ലാവർക്കും പേപ്പർ കിട്ടിയ സ്ഥിതിക്ക് ടോപ്പ് റൈറ്റ് കോർണറിൽ പേര് എഴുതുക. അമ്മമാരുടെ മാത്രം, അമ്മയുടെ പേര് മാത്രം എഴുതുക. ഈ പറയുന്ന കാര്യങ്ങൾ 5 സാധനങ്ങൾ, ഈ 5 സാധനങ്ങൾ നിങ്ങൾ വരയ്ക്കണം. ഭംഗിയൊന്നും നോക്കണ്ട. ഇറ്റ്സ് നോട്ട് അബൌട്ട് ആർട്ട്, ഇറ്റ്സ് അബൌട്ട് നോയിങ് യു ബെറ്റർ. നിങ്ങൾ വരയ്ക്കേണ്ടത് ഒരു സൂര്യൻ, ഒരു ചന്ദ്രൻ, ഒരു വീട്, ഒരു പാമ്പ്, ഒരു മരം. നമുക്ക് നമ്മുടെ പേഴ്സണൽ സ്പേസിനകത്ത് നമ്മുടെ കുറേ ഐഡിയോളജീസ് ഉണ്ടാവും. തോട്ട്സ് അബൌട്ട് ഞാൻ ആരാണ്, ഞാൻ എന്താണ്, ഇതെല്ലാം somehow we portray it in what we draw. നമ്മൾ ഈ ഡ്രോ ചെയ്യുന്ന വെച്ചിട്ടോ അല്ലാതെ തന്നെ ഈ ഡ്രോ ചെയ്യുന്നത് ഈ കാര്യങ്ങൾ ഇവർ ചിന്തിക്കുന്നത് എന്താണെന്ന് നമുക്ക് ഓപ്പൺ ആയിട്ട് അറിയാൻ പറ്റും. ഓക്കെ. ആദ്യം ഷീന സന്തോഷ്. എല്ലാം ഓർഡേർഡ് ആയിട്ട് ലൈഫിൽ എല്ലാം ചിട്ടയ്ക്ക് മാത്രം നടക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാൾ. എപ്പോഴും ഒരു ആൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണിനേക്കാളും വലുതാണ് എന്നുള്ളൊരു ധാരണ മനസ്സിലുണ്ട്. ഇവിടെ ഒരു ആസ്പെക്ട്, എ വുമൻ, യു ഓൾവേസ് ഫീൽ ദാറ്റ് യു ആർ ഇൻകംപ്ലീറ്റ്, എന്നിൽ എന്തോ കുറവുണ്ട് എന്ന് എപ്പോഴും ചിന്തിക്കുന്ന ഒരാളാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഈഗോ ആണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വിഷമം വരും, തിരിച്ച് കടിച്ചു കൊത്തുന്ന ദേഷ്യം വരും. ആണല്ലോ. സോറി, നമ്മളല്ല, പക്ഷെ നമ്മൾ ഷീന ചേച്ചിയായി മാറി. ഓക്കെ, ഫൈൻ. പൈസയെ കുറിച്ച് ധാരണയുണ്ട്, കുറെ പൈസ ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട്. എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ പൈസ വേണം. ഓക്കെ, സോ നൗ വാട്ട് ഹാപ്പൻസ് ഇസ്, ഈ ഒരു അസസ്മെന്റിന്റെ ബേസിസിൽ ഒരാൾ കഴിഞ്ഞു. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് പേഴ്സൺ. ദിവ്യ. യെസ്.
ദിവ്യയുടെ കണക്കിൽ ആണങ്ങനെ വലിയൊരു സംഭവമൊന്നുമല്ല. പക്ഷെ ഓക്കെ, ഹി വിൽ ഗെറ്റ് ഹിസ് ഇമ്പോർട്ടൻസ്. പോട്ടെ, ചെറിയ ഓക്കെ. പക്ഷെ ഞാനൊരു വലിയ സംഭവമാണ്. പക്ഷെ എനിക്ക് എന്തോ കംപ്ലീറ്റ് ആവാൻ പറ്റുന്നില്ല എന്നുള്ള കുറവ് ഫീൽ ചെയ്യുന്ന ഒരാളാണ്. അതെ. വീട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഫാമിലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ട് ഫാമിലി റിലേഷൻഷിപ്പിന് വാല്യൂ കൊടുക്കുന്ന ആളാണ്. യെസ്. ഈഗോ എന്നൊക്കെ പറഞ്ഞാൽ ആരോ ചവിട്ടി തേച്ച രീതിയിലുള്ളൊരു ഈഗോ ആണ്. അതായത് സംബഡി ഹാസ് മെഡൽഡ് വിത്ത് മൈ സെൽഫ്, ബട്ട് ഐ ഫീൽ ദാറ്റ് ഓക്കെ സാരമില്ല എന്ന് പറഞ്ഞു പോകുന്ന ഒരാളാണ്. യെസ്. പൈസ ഒരു വഴിയൊന്നും അല്ല, എനിക്ക് ഒന്നിൽ കൂടുതൽ വഴിയിൽ പൈസ വരണം. ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല, പക്ഷെ കുറേ പൈസ വരണം. ഐ ലൈക്ക് ദാറ്റ്. അതെന്തായിരുന്നു? അത് നമിക്കാണ്. ദിവ്യനെ നമിക്കണോ കൃഷ്ണനെ നമിക്കണോ? Okay, now here comes Vidya. Okay, വിദ്യയുടെ കണക്കില് വുമൺ എവിടെയെല്ലാം ഇനിയും കുറെ അച്ചീവ് ചെയ്യാനുണ്ട്. പോരാ, ഒരു വുമൺ ആൻഡ് എ മാൻ ദേ ആർ ഈക്വൽ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതില് മാൻ ക്യാൻ പെർഫോം ബെറ്റർ. അത് ചെയ്യണം, പക്ഷെ ചെയ്യുന്നില്ല എന്നുള്ളൊരു ധാരണയുണ്ട്. യെസ് യെസ് യെസ്. കുറെ പൈസ ഉണ്ടാക്കണം. ഇവിടെയും ഡീറ്റെയിൽസ് ഒന്നുമില്ല, എങ്ങനെയെങ്കിലൊക്കെ വരണം. പൈസ എന്തായാലും കുറെ വേണം. റൈറ്റ്? ഓക്കെ, സോ ഹി വിൽ ഗോ വിത്ത് ദ നെക്സ്റ്റ് പേഴ്സൺ, ലിഷ. ഓക്കെ, ലിഷയുടെ ഇതില് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം ഓർഡേർഡ് ആയിട്ട് ഇങ്ങനെ ചിട്ട പോലെ. സ്കൂളിൽ യൂണിഫോം ഉണ്ടെന്നുണ്ടെങ്കിൽ ബെൽറ്റ് ഇങ്ങനെ ഇരിക്കണം, ഇതിങ്ങനെ ഇരിക്കണം, ടൈ ഇങ്ങനെ ഇരിക്കണം, അങ്ങനെ സ്ട്രിക്ട്നെസ് ഉള്ള ഒരാളാണ്. യെസ്. ആണാണ് വലിയ സംഭവം, സ്ത്രീകളൊന്നും വലിയ സംഭവം അല്ല. ആൻഡ് പൈസയുടെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ട്, ഇനിയും വേണം, പക്ഷെ വലിയതായിട്ടൊന്നും വേണ്ട. ഐ എം ഓക്കെ വിത്ത് ഇറ്റ്. യെസ്. സോ ദിസ് ഇസ് യോർസ് ലിഷ. നെക്സ്റ്റ് കംസ് സന്ധ്യ. സന്ധ്യയുടെ കാര്യത്തിൽ ആൺ വലിയൊരു സംഭവമാണ്. ആൺ വലിയൊരു സംഭവമാണ്. സ്ത്രീകൾ ഓക്കെ, കുഴപ്പമില്ല. അതായത് ഒരു ഫാമിലി സെറ്റപ്പില് അച്ഛൻ വലിയ ആൾ, അമ്മ ഓക്കെ, ഹസ്ബൻഡ് വലിയ ആൾ, അത് ഓക്കെ എന്ന് പറയുന്ന ആ ഒരു ബൈഫിക്കേഷൻ മനസ്സിനകത്ത് എപ്പോഴും കിടപ്പുണ്ട്. ചെറുതിലെ അങ്ങനെയായിരുന്നു. അതായത് ഞാൻ ചെറുതിനെ വീട്ടിൽ പഠിച്ചത് പേഴ്സണാലിറ്റി. ബട്ട് നൗ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറി. എനിക്ക് ഈക്വൽ ആണ്. പിന്നെ പൈസ വലിയ അത്യാഗ്രഹമൊന്നുമില്ല, വേണം, ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല, എത്ര വേണമെന്നൊന്നും അറിയില്ല, തന്നാൽ ഓക്കെ, അത്ര മാത്രമേ ഉള്ളൂ. നേരത്തെ കണ്ട ഈഗോവിന്റെ വേറൊരു വേർഷൻ, എണീറ്റ് നിന്ന് കൊത്തുന്ന ആ ലെവലിലുള്ള ഒരു ഈഗോ ആണ്. ആരെങ്കിലും വിഷമിപ്പിച്ച് കഴിഞ്ഞാൽ ആ ആള് വെറുതെ പോവില്ല, കൊത്ത് കൊണ്ടിട്ടേ പോകുന്നുള്ള ആ ലെവലാണ്. ദാറ്റ് ഇസ് യുവർ പേഴ്സണാലിറ്റി. സൂപ്പർ അമ്മയും മകളും. ഒന്നാം സമ്മാനം നേടുന്ന വിജയെ കാത്തിരിക്കുന്നത് പറക്കാട് ജുവൽസ് നൽകുന്ന 3 ലക്ഷം രൂപ സമ്മാനം. അപ്പൊ എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ കോമ്പറ്റീഷനിലേക്ക് കടക്കാനുള്ള ഒരു സമയമായിരിക്കാണ്. സോ സർ റെഡി അല്ലേ? നമ്മുടെ കണ്ടസ്റ്റന്റ്സിനെ വിളിക്കട്ടെ. വെരി മച്ച്. Okay, so let's welcome Sheena and Shaitya. Unique combination, Sheena, Shaitya. Artist, advocate, artist, advocate. So, പെട്ടെന്ന് തന്നെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. Your choice of topic. Current affairs and film. Okay. Films ഒക്കെ കാണാറുണ്ട് രണ്ടുപേരും? അത്യാവശ്യം കാണാറുണ്ട്. ഏത്, അഭിനയിച്ചത് മാത്രമോ അതോ അല്ല? അല്ലാതെ അതും തിയേറ്ററിലൊക്കെ പോയി കാണാറുണ്ട്. സിനിമയോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാകും ചെറുതായിരിക്കുമ്പോഴേ. Okay. So, straight away, without further ado, let's start. First question for you. ആസൂത്രണ കമ്മീഷൻ കേട്ടിട്ടുണ്ടല്ലോ? ഓക്കെ, ആസൂത്രണ കമ്മീഷന് പകരം ഇപ്പോൾ നിലവിലുള്ള സംവിധാനം ഏത്? നീതി ആയോഗ് ആണോ, ലോകായുക്തയാണോ, റവന്യൂ കമ്മീഷൻ ആണോ? Your time starts now. ലോകായുക്തയാണെന്ന് തോന്നുന്നു. എനിക്ക് വക്കീലും തോന്നുന്നു ആണെന്ന് തോന്നുന്നു. Answer is ലോകായുക്ത. It is wrong. Sorry to say, നീതി ആയോഗ് ആണ് correct answer. So ആസൂത്രണ കമ്മീഷന് പകരം നീതി ആയോഗ് ആണ് ഇപ്പോൾ ഉള്ളത്. It's okay, no problem. No problem. കുഴപ്പമില്ലല്ലോ. Okay, no issue. So let's move on to the next question. Here comes your next question. ഇന്ത്യയിലെ ആദ്യ ശബ്ദ ചലച്ചിത്രം ഏത്? ഓപ്ഷൻ വേണോ?
ഇന്നലെ പഠിച്ചതിനകത്ത് മറ്റേ 6ാമത്തെ പേജിൽ. ബാലൻ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഓപ്ഷൻ ബാലൻ, കിസാൻ കന്യ, ആലമാര. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഇന്ത്യയിലെ ആദ്യ ശബ്ദ ചലച്ചിത്രം ഏത്? കിസാൻ കന്യ, ബാലൻ, ആലമാര. ഈ ചോദ്യം നിങ്ങൾ ഉത്തരം പറയണം. എനിക്ക് ആ ഉത്തരം വേണം. കിസാൻ കന്യ. കിസാൻ കന്യ എന്തായിരുന്നു? റോങ് ആൻസർ. റോങ് ആൻസർ ആണ്. യെസ്, കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അത് റോങ് ആൻസർ ആയിരുന്നു. ആലമാര. സോ ആലമാര ആയിരുന്നു ആദ്യ ശബ്ദ ചലച്ചിത്രം. ചേച്ചി ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്ത്യയിലെ, ഞാൻ എടുത്ത് 2ാമത്തെ പ്രാവശ്യം ചോദ്യം പറഞ്ഞതിന്റെ റീസൺ അതാണ്. ഇന്ത്യയിലെ ആദ്യ ശബ്ദ ചലച്ചിത്രം. ഓക്കെ, നോ പ്രോബ്ലം. ലെറ്റ്സ് സീ. നോ ഇഷ്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹിയർ കംസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതല്ല ചോദ്യം. അങ്ങനെ ഈസി ആക്കണ്ട. ഓക്കെ, പിണറായി വിജയൻ കേരളത്തിന്റെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ്? ആസ് പെർ ക്രോണോളജിക്കൽ ഓർഡർ പിണറായി വിജയൻ അലങ്കരിക്കുന്ന ആ പൊസിഷൻ ആസ് എ പേഴ്സൺ, നോട്ട് ആസ് എ മിനിസ്ട്രി, ആസ് എ പേഴ്സൺ, എത്രാമത്തെ മുഖ്യമന്ത്രിയാണ്? ഓപ്ഷൻസ് 14, 13, 12. മിനിസ്ട്രി അല്ല, ആസ് എ പേഴ്സൺ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പിണറായി വിജയൻ കേരളത്തിന്റെ എത്രാമത്തെ 14. മുഖ്യമന്ത്രിയാണ്? 14. 12. 12. 12. തീരുമാനിച്ചു. 12 എന്ന് പറഞ്ഞു. എന്ത് ചെയ്യണം? കറക്റ്റ്. യെസ്, കറക്റ്റ് ആണ്. വണ്ടർഫുൾ. ഷീന ചേച്ചി 14 എന്ന് പറഞ്ഞപ്പോ അയ്യോ. So Pinarayi Vijayan കേരളത്തിൽ as a person is the 12th person to adorn the seat of a chief minister. Okay, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. IFFI സ്ഥിരം വേദി എവിടെയാണ്? ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ, IFFI, അത് നടക്കുന്ന സ്ഥിരം വേദി എവിടെയാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: പൂനെ, ഗോവ, ഡൽഹി. ടൈം സ്റ്റാർട്ട്സ് നൗ. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ, ഗോവ. ഗോവ. പെട്ടെന്ന് തന്നെ അങ്ങ് പറഞ്ഞല്ലോ. അറിയോ? അപ്പൊ ഗോവ എന്നാണ് പറഞ്ഞത്. I object, Your Honor. The answer is correct. Very nice, very nice. Let's move to the next question. ഇപ്പോഴത്തെ ഇന്ത്യൻ ഉപരാഷ്ട്രപതിയാണ്? വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇപ്പോൾ ആരാണെന്നാണ് ചോദ്യം. വെങ്കയ്യ നായിഡു ആണോ, ഹാമിദ് അൻസാരി ആണോ, ജഗ്ദീപ് ധൻഖർ? ജഗ്ദീപ്. Your time starts now. ചിന്തിക്കാൻ സമയം തരട്ടെ. സർ, ഓപ്ഷൻ 3, ജഗ്ദീപ്. Correct answer. So Jagdeep Dhankhar, correct answer. Moving. നമുക്ക് അടുത്ത ചോദ്യം. നമുക്ക് എന്തായാലും പോകുന്നതിനിടയ്ക്ക് വക്കീൽ പണിയൊക്കെ എങ്ങനെ പോകും? കുഴപ്പമില്ലാണ്ട് പോകുന്നു. ഇപ്പൊ വീട്ടിൽ തല്ല് നടക്കുമ്പോ ആരാ വക്കീല്? വീട്ടിൽ തല്ല് നടക്കുന്നു. ഞാൻ തല്ല് ഉണ്ടാക്കുന്ന ആളാണ്. വേറെ വക്കീലുണ്ടോ? അല്ല, അമ്മ കൂടുതൽ എന്നെ ഇങ്ങനെ ഇട്ട് ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പൊ ഞാൻ എന്താണ് ഇറിറ്റേറ്റ് ചെയ്യുന്നത്? അത് പറയാം. ഒരു ഡിസൈഡബിൾ കാര്യം ഇന്ന് ലെറ്റ് ഹർ ഡിസൈഡ്. അത് ഒരു കാര്യം മാത്രം അതിനകത്തോട്ട് മാറ്റാം എന്ന് പറയാൻ. അത് ഏതായിരിക്കും മാറ്റം? അവളോട് പറയുന്നതാ. അവളോട് ഞാൻ പറയാൻ പോകുന്നത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫോണിന്റെ ഉപയോഗം കുറയ്ക്കണം. വക്കീലേ, അല്ല, ഫ്രീ മീൻസ് വീട്ടിലുള്ള ടൈമില് ഫോണിനകത്ത് എന്തെങ്കിലും സിനിമകളോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ വെബ് സീരീസ്, കൊറിയൻ സിനിമ അതൊക്കെ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കണം. ഓക്കെ, സോ നൈസ്. എന്തായാലും സിനിമയിലുള്ള ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹിയർ ഇറ്റ് കംസ്. മമ്മൂട്ടി അഭിനയിച്ച ആദ്യ സിനിമ ഏതാ? അഹിംസ, മുന്നേറ്റം, അനുഭവങ്ങൾ പാളിച്ചു. അനുഭവങ്ങൾ പാളിച്ചകൾ. ടൈം സ്റ്റാർട്ട് ചെയ്യും. ടൈം സ്റ്റോപ്പ്. കറക്റ്റ് ആൻസർ. വെരി നൈസ്, വെരി നൈസ്, വണ്ടർഫുൾ. റെഡി ഫോർ യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഓക്കെ, രഞ്ജി ട്രോഫി കേട്ടിട്ടുണ്ടല്ലോ? കേട്ടിട്ടുണ്ട്. നല്ലതല്ലേ? ആ ട്രോഫി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്, ടി വിക്കകത്തൊക്കെ കണ്ടിട്ടുണ്ട്. രഞ്ജി ട്രോഫിയാണ് കണ്ടിട്ടുള്ളത്. ഓക്കെ, വെരി നൈസ്. ഇത് ഏത് കായിക രൂപവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? വിച്ച് സ്പോർട്ട് ഡസ്
signify or is given for what kind of sport? Ranji Trophy ഏത് കളിക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്? ഏത് കായിക രൂപവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? Is it വള്ളംകളി, volleyball or cricket? Is it cricket, volleyball or വള്ളംകളി? Your time starts now. സർ ഓപ്ഷൻ വോളിബോൾ. വോളിബോൾ. നിർത്തട്ടെ? ക്രിക്കറ്റാണോ? എനിക്കറിയില്ല. ക്രിക്കറ്റ്. ക്രിക്കറ്റ് എന്ന ഉത്തരം അമ്മ പറയുന്നു. വോളിബോൾ. വള്ളംകളിക്ക് കേട്ടിട്ടില്ലേ? ഇല്ല. നെഹ്റു ട്രോഫി. ഇല്ല. നെഹ്റു ട്രോഫി നെഹ്റു കേട്ടിട്ടുണ്ട്. അത് കേട്ടിട്ടുണ്ട്. അപ്പോ ഈ വോളിബോളിൽ ഏതാ കേട്ടിട്ടില്ലേ? ഒരു ബോളെന്ന് കേട്ടിട്ടുണ്ട് എനിക്ക്. അപ്പൊ ഏതാ പറഞ്ഞേ? ക്രിക്കറ്റ്. ശരി ഉത്തരം. Alright. Okay, we'll move to the next question. Film based. മലയാളത്തിൽ ഒത്തിരി നമ്മൾ സംസാരിക്കപ്പെട്ട ഒരു സിനിമയെ കുറിച്ചാണ്. ചെമ്മീൻ എന്ന സിനിമയ്ക്ക് സംഗീത സംവിധാനം നിർവഹിച്ച മലയാളി അല്ലല്ലോ. മലയാളത്തിലേക്ക് എത്തിയ സംഗീത സംവിധായകൻ എന്ന് വെച്ചാൽ മലയാളി അല്ല. ഓക്കെ, സോ ചെമ്മീൻ എന്ന സിനിമയ്ക്ക് സംഗീതം നിർവഹിച്ച് മലയാളത്തിലേക്ക് എത്തിയ സംഗീത സംവിധായകൻ ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് വേണോ? വേണം. ഷുവർ. വേണം. ബാബുരാജ്, സലിൽ ചൗധരി, കീരവാണി. Your time starts. തല്ലുപിടിക്കോ സലിൽ ചൗധരി. എനിക്ക് കീരവാണിയാണോന്ന് ഡൗട്ടുണ്ട്. കീരവാണി. 2, 1, 0. സലീൽ ചൗധരി. ഒരു സംഗീത സംവിധായകനെ പറ്റി ചോദിക്കുക. ആ പഴയ ആളാണോ? സലിൽ ചൗധരി ശരിക്കും പഴയ ആളാണോ? ഇങ്ങനെയൊക്കെ ചോദിക്കാവോ? വിഷമല്ലേ പഴയ ആള് പുതിയ ആളെന്നൊക്കെ പറയുമ്പോ? അല്ല, ലൈക്ക് കീരവാണി. കീരവാണിയാണോ സാറ് പറയാൻ പറ്റൂല. കീരവാണി, മരകതമണി, MM ക്രീം എന്ന പല പേരിൽ സംഗീതം സംവിധാനം ചെയ്ത ഒരു റീസെന്റ് ആയിട്ട് നമുക്ക് ഇന്റർനാഷണൽ ലെവലിൽ ഫെയിം കിട്ടിയ ഒരു പേരാണ്. ബട്ട് നമ്മൾ ചോദിച്ച ചോദ്യം ചെമ്മീന്റെ ആ പാട്ട് കേട്ടിട്ടില്ലേ? ഏതാ ഫേമസ് പാട്ട് ചെമ്മീനിലെ? മാനസമൈനേ ഒരു രണ്ടുപേരി ആയിക്കോട്ടെ. മാനസമൈനേ വരൂ മധുരം നുള്ളി തരൂ നിന്നരുമ. ബാക്കി അറിയത്തില്ല. കറുത്തമ്മ, ആ ഉത്തരം ശരിയാണ് കറുത്തമ്മ. Wonderful. സലീൽ ചൗധരി. അല്ല, പക്ഷെ മ്യൂസിക് ടൈം കഴിഞ്ഞിട്ടാണ് സലീൽ ചൗധരി പറഞ്ഞത്. അല്ല, അതിനെ പറഞ്ഞിരുന്നു. എന്നിട്ട് അവസാനം നമുക്കൊന്ന് PCR ല് ചോദിച്ചിട്ട് അതിനൊരു തീരുമാനം. അപ്പോൾ ബീപ്പും ആൻസറും കുറച്ച് സീറോസ് നമ്മൾ പോലെ പോയിന്റ് കഴിഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാളും നോക്കി, സിസ്റ്റത്തിൽ നോക്കി പോയി കണ്ടു. സോ സോറി, ഈ ആൻസർ കറക്റ്റ് പറഞ്ഞു, പക്ഷേ ലേറ്റായി. സോ ദാറ്റ്സ് എ റോങ് ആൻസർ. Alright, no problem. സൂപ്പർ അമ്മയും മകളും. രണ്ടാം സമ്മാനം നേടുന്ന വിജയെ കാത്തിരിക്കുന്നത് ICL ഫിൻകോർപ്പ് നൽകുന്ന 2 ലക്ഷം രൂപ സമ്മാനം. മൂന്നാം സമ്മാനം നേടുന്ന വിജയെ കാത്തിരിക്കുന്നത് കൃഷ്ണ തുളസി കഫ് സിറപ്പ് നൽകുന്ന 1 ലക്ഷം രൂപ സമ്മാനം. Shall we move to the next question? യെസ്. കേരളത്തിന്റെ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ആരാ? ഓക്കെ, ചോദ്യം കേരളത്തിന്റെ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ആരാണെന്നാണ് ചോദ്യം. റോഷി അഗസ്റ്റിൻ ആണോ, വീണ ജോർജ് ആണോ, ചിഞ്ചു റാണിയാണോ? വീണ ജോർജ്. ഞാൻ ടൈം പറഞ്ഞു. ടൈം ഒരിക്കൽ ആ ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈമർ ഒന്നും വേണ്ട, അതിന് മുന്നേ പറയാൻ പറ്റില്ല. ടൈം സ്റ്റാർട്ട്. ഓക്കെ, യു കെൻ ഗിവ് ദി ആൻസർ. ഷുവർ, കൺഫേം. വീണ ജോർജ്. വീണ ജോർജ്, ചിഞ്ചു റാണി, റോഷി അഗസ്റ്റിൻ. സ്റ്റോപ്പ്. വീണ ജോർജ്. കറക്റ്റ് ആൻസർ. ഇനിയെങ്കിലും ചിരിച്ചു. ആ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് പോയപ്പോ മുഖത്തുനിന്ന് ആ ഇതൊക്കെ അങ്ങ് പോയിട്ട് ഇങ്ങനെ
നീ അടുത്ത ചോദ്യം ലോയറായി ലോയറായി അഡ്വക്കേറ്റ് ആയി. നീ അടുത്ത ചോദ്യം ചോദിക്കോ എന്റെ അടുത്ത്. പ്രോസിക്യൂഷൻ. ഓക്കെ, സോ ഹിയർ കംസ് യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓസ്കർ പുരസ്കാരത്തിനായി ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുത്ത ചിത്രങ്ങളിൽ ഉൾപ്പെട്ട ആദ്യ മലയാള സിനിമ ഏതാണ്? ദ ഫസ്റ്റ് മലയാളം എൻട്രി ടു ദി ഓസ്കേഴ്സ്. ഇന്ത്യയിൽ നിന്ന് റെപ്രസെന്റ് ചെയ്ത് പോയ മലയാളം സിനിമ ഏതാണെന്നാണ്. സോ ഇസ് ഇറ്റ് വാനപ്രസ്ഥം, 2018, ഗുരു? ഈ 3 ചിത്രങ്ങളിൽ ഗുരു, വാനപ്രസ്ഥം, 2018 എന്നീ 3 ചിത്രങ്ങളിൽ ഏതാണ് ഓസ്കർ പുരസ്കാരത്തിനായി ഇന്ത്യയിൽ നിന്നും തിരഞ്ഞെടുത്ത ചിത്രങ്ങളിൽ ഉൾപ്പെട്ട ആദ്യ മലയാള സിനിമ? ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സർ ഗുരു. കൺഫേം? ഷുവർ. ഷുവർ. Correct answer. So, നമുക്ക് ഒരു ഫുൾ റൗണ്ട് കഴിഞ്ഞില്ലേ? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അടിപൊളി. ഓക്കെ, മാർക്സ് പറയാം. ആ എത്രയായിരുന്നു? 7. അതിലെന്താ വിഷമം? Don't worry. Chill. വക്കീലേ, what is this? 7 out of 10. A big round of applause. യെസ്, അപ്പോ ഷീന ചേച്ചി ആൻഡ് ശൈത്യ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. നല്ല മാർക്സ് സ്കോർ ചെയ്തു. അപ്പോൾ ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങുക, നന്നായി ഭക്ഷണം കഴിക്കുക. നാളെ നമുക്ക് വീണ്ടും പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ സർ ടേക്ക് കെയർ. സാറും നന്നായിട്ട് കിടന്ന് ഉറങ്ങൂ. നമുക്ക് നാളെ വീണ്ടും കണ്ടുമുട്ടാം. സോ നൗ വി ആർ സേയിങ് ബൈ ബൈ. ദിസ് ഈസ് സൂപ്പർ അമ്മയും മകളും.